ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾ ഗോവയിൽ പോയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 1 ഇയർ മുന്നെയാണ് ഗോവയിൽ പോയത്. അപ്പോൾ ഇത് 1 ഇയർ മുന്നേ ഉള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിന് പോയിട്ട് കോഴിക്കോട് ടു ഗോവ ട്രെയിനിന് പോയിട്ട് അവിടുന്ന് കാറ് റെൻറ്റിന് എടുക്കുകയായിരുന്നു ചെയ്തത്. ഒരു ദിവസത്തേക്ക് 1300 ആയിരുന്നു ഞങ്ങൾക്ക് കാറിന് റെൻറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. എന്തായാലും അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. അവിടുത്തെ ഓരോ ബീച്ചും എനിക്ക് നല്ലോണം ഇഷ്ടമായി. പൊതുവേ എനിക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എനിക്ക് ബീച്ചിൽ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സ്പെഷ്യലി അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് പനി, തൊണ്ടവേദന, ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഗിയർ മാറ്റാമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവൻ പറഞ്ഞ് ഒറ്റയ്ക്ക് മാറ്റേണ്ട, ഞാനിവിടെ മാറ്റാതെ. എനിക്ക് കാരണം ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര പേടിയാണ് ഓടിക്കാൻ. ലൈസൻസ് ഇട്ടതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സൗത്ത് ഗോവയിലെ കാബോഡി രാമ ബീച്ചിലേക്കായിരുന്നു പോയത്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, ഞാൻ ഇതിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ അവിടുന്ന് ലിപ്പൊക്കെ വെച്ചിട്ട് വയ്യ, ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക്കാവാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത്. കല്യാണത്തിന് ഒരു മാസം മുന്നേ അവനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് അക്കോട്ട ഫോർട്ടിലേക്കാണ്. അവിടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ബാഗ ബീച്ചിലേക്കാണ് പോയത്. അവിടെ ആയിരുന്നു സ്റ്റേ. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്. ഞങ്ങളവിടെ 2 ഡേ ആയിരുന്നു നിന്നത്. അതിന് ടോട്ടൽ ബഡ്ജറ്റ് ഏതാണ്ടൊരു 20K അതിൻ്റെയൊക്കെ അടുത്താണ് ഞങ്ങൾക്കായത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസിൽ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.